നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് റെസ്പിറേഷൻ ഫിസിയോളജിയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനാട്ടമി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഈ ഒരു ഫിസിയോളജിയും പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അനാട്ടമി നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു പിക്ചർ വൈസ് നോക്കാം. നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റം രണ്ട് ടൈപ്പ് ഉണ്ട്. അപ്പർ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, ലോവർ റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്. അപ്പറിൽ വരുന്ന എന്താണ്, നമ്മുടെ നോസ് ഉൾപ്പെടെ അല്ലെ, പുറമേ ഉള്ളത് നോസ് ഉൾപ്പെടെയുള്ളതാണ് വരുന്നത്. അതിനകത്ത് എന്താണ് ട്രക്കിയ, അതേപോലെ ലാരിങ്സ്, ഫാരിങ്സ് ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെന്താണ് താഴേക്ക് വരുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, ലങ്സ് വരുന്നുണ്ട്, ബ്രോങ്കൈ വരുന്നുണ്ട്. അപ്പോൾ ലങ്സിന് എത്ര ലോബ്സ് ഉണ്ടെന്ന് പഠിക്കണം കേട്ടോ. അതേപോലെ എത്ര ഫിഷേഴ്സ് ഉണ്ടെന്ന് പഠിക്കണം. ഹൊറിസോണ്ടൽ, ഒബ്ലിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ ഇന്നത്തെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഇതിന്റെ ഡിവിഷൻസ് പോകുന്നത്, ബ്രോങ്കിയോസ്, ടെർമിനൽ ബ്രോങ്കിയോസ്, ആൽവിയോള്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി പഠിച്ചു വെക്കണം. ലങ്സിന്റെ ബോർഡേഴ്സ് പഠിക്കണം, സർഫസസ് പഠിക്കണം. ലങ്സിലേക്ക് ഈ നെർവ്സും മറ്റ് രക്തക്കുഴലുകളും എല്ലാം കയറുന്ന സ്ഥലത്തിന് പറയുന്ന പേരെന്താന്ന് പഠിക്കണം. ഹാർട്ട് ഇരിക്കുന്ന ക്യാവിറ്റിയെ പറയുന്ന പേരെന്താന്ന് പഠിക്കണം. ഹാർട്ട് ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിനെ പറയുന്ന പേരെന്താന്ന് പഠിക്കണം. പിന്നെന്താണ് ഡയഫ്രത്തിന്റെ നെർവ് സപ്ലൈ എന്താന്ന് പഠിക്കണം. ഏതൊക്കെയാണ് റെസ്പിറേറ്ററി മസിൽസ് എന്ന് പഠിക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ലങ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അനാട്ടമി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫിസിയോളജിക്ക് മുമ്പായിട്ട് നമുക്ക് റെസ്പിറേറ്ററി ഫങ്ഷൻസ് എന്താണെന്നൊക്കെ നോക്കാം കേട്ടോ. അതായത് ശ്വസനത്തിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ പാൽമനറി വെന്റിലേഷൻ അല്ലേ, ശ്വാസം അകത്തേക്ക് എടുക്കുന്നതും പുറത്തേക്ക് എടുക്കുന്നതും ഒക്കെ എന്താണ്, റെസ്പിറേറ്ററി ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ആൽവിയോളെ ആൻഡ് ദ ബ്ലഡ്. ആൽവിയോളെ എവിടെയാണ് കാണുന്നത്, നമ്മുടെ ലങ്സിന്റെ ഏറ്റവും അറ്റത്ത്, അതായത് ബ്രോങ്കി ഒക്കെ കഴിഞ്ഞ് ബ്രോങ്കിയോൾസ് ഒക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും അറ്റത്ത് കാണുന്ന എയർ സാക്സ് ഒക്കെയാണ് ആൽവിയോളെ. അപ്പോൾ ഈ ആൽവിയോളയിൽ നിന്നാണ് എന്താണ് ബ്ലഡ് വന്നിട്ട് ഓക്സിജനെയൊക്കെ കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പോൾ ആൽവിയോളയും ബ്ലഡും തമ്മിലുള്ള ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് ഡിവിഷൻ ഒക്കെ നടത്തുന്നത് റെസ്പിറേറ്ററി ഫംഗ്ഷൻ ആണ്. മൂന്നാമത്തേത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദി ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് ടു ആൻഡ് ഫ്രം ദ ബോഡീസ് ടിഷ്യൂ സെൽസ്. നമ്മുടെ ആൽവിയോളയിൽ നിന്നും ബ്ലഡ് എന്ത് ചെയ്യും, ഓക്സിജനെ സെല്ലുകളിലേക്ക് കൊണ്ടുപോകും അല്ലെ, സെല്ലിലേക്ക് കൊണ്ടുപോകും. ഇനി തിരിച്ചെന്ത് ചെയ്യും, സെല്ലിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡിനെ എങ്ങോട്ട് കൊണ്ടുപോകും, ആൽവിയോളയിൽ കൊണ്ടുപോകും. അങ്ങനെ ആൽവിയോള വഴി ഇത് പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇതെല്ലാം റെസ്പിറേറ്ററി ഫങ്ഷൻസ് ആണ്. നെക്സ്റ്റ് റെഗുലേഷൻ ഓഫ് ദി വെന്റിലേഷൻ, ശ്വസന വ്യവസ്ഥയൊക്കെ റെഗുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് നോൺ റെസ്പിറേറ്ററി ഫങ്ഷൻസ്. ഇത് കൂടാതെ ശ്വസനം എന്നുള്ളത് കൂടാതെ കുറച്ച് ഫങ്ഷൻസും കൂടി ഉണ്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്. അതായത് ഓൾഫാക്ഷൻ, വോക്കലൈസേഷൻ, ഡിഫൻസ് മെക്കാനിസം, ആന്റി കൊയാങ്കുലൻ ഫങ്ഷൻ. ഓൾഫാക്ഷൻ മണം, നമ്മൾ ഗന്ധം അറിയാൻ സഹായിക്കുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ, പ്രതിരോധ ശക്തിയെ സഹായിക്കുന്നുണ്ട്. ആന്റി കൊയാഗുലന്റ് ഫങ്ഷൻ, കട്ട പിടിക്കാതിരിക്കാനുള്ള ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ബോഡി ടെമ്പറേച്ചർ, ആസിഡ് ബേസ്, pH ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ടർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സെക്രീഷൻ ഓഫ് ACE, ആൻജിയോടെൻസിൻ കൺവെർട്ടിംഗ് എൻസൈമിന്റെ സെക്രീഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫങ്ഷൻസ് എല്ലാം പഠിക്കണം കേട്ടോ. ഇതിലില്ലാത്ത ഓപ്ഷൻസ് വെച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. പ്രധാനമായും റെസ്പിറേഷൻ രണ്ട് ടൈപ്പ് ആണുള്ളത്, ഇന്റേണൽ റെസ്പിറേഷനും എക്സ്റ്റേണൽ റെസ്പിറേഷനും. അപ്പൊ ഇതിന്റെ വ്യത്യാസവും മനസ്സിലാക്കണം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ് കേട്ടോ. എപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ കൂടിയാണിത്. എന്താണ് ഇന്റേണൽ റെസ്പിറേഷൻ, എന്താണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ ഗ്യാസ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ പൾമനറി ബ്ലഡ് ആൻഡ് ആൽവിയോളെ. നമ്മുടെ ലങ്സിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടായിട്ടുള്ള ആൽവിയോളയും മറ്റു ബോഡി പാർട്സിൽ നിന്നും വരുന്ന ബ്ലഡും, ആൽവിയോളയും പൾമണറി ബ്ലഡും തമ്മിലുള്ളതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ആൽവിയോളയൊക്കെ നമ്മളുടെ ലങ്സിനൊക്കെ അകത്തല്ലേ, അപ്പൊ ഇന്റേണൽ അല്ലേ എന്നൊരു ഡൗട്ട് വരും. അങ്ങനെ അല്ല കേട്ടോ. ആൽവിയോളയും പൾമണറി ബ്ലഡും തമ്മിലുള്ള ഗ്യാസ് എക്സ്ചേഞ്ച്, അതായത് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവിഷൻ നടത്തുമെന്ന് പറഞ്ഞില്ലേ, അതാണ് എക്സ്റ്റേണൽ റെസ്പിറേഷൻ. ഇനി ഇന്റേണൽ റെസ്പിറേഷൻ എന്താണ്, അങ്ങ് നമ്മളുടെ സെല്ലില്, നമ്മുടെ ഓരോ കോശങ്ങളിലും നടക്കുന്നതാണ് ഇന്റേണൽ റെസ്പിറേഷൻ.
At systemic capillaries, gas exchange must be made between blood and tissue cells. അതായത് ആൽവിയോളയിൽ നിന്നും ഓക്സിജനെ ബ്ലഡ് എങ്ങോട്ട് കൊണ്ടുപോകും? ടിഷ്യൂസിലും സെൽസിലൊക്കെ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ? സെൽസിൽ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ? ആ സെൽസിൽ ബ്ലഡും സെൽസും തമ്മിലുള്ളതാണ് ഇന്റേണൽ റെസ്പിറേഷൻ. അവിടെ സെൽ എന്തോ കൊടുക്കും? ബ്ലഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുക്കും. ബ്ലഡ് സെല്ലിന് എന്ത് കൊടുക്കും? ഓക്സിജൻ കൊടുക്കും. ഇതാണ് ഇന്റേണൽ റെസ്പിറേഷൻ. എക്സ്റ്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ആൽവിയോളെ ആൻഡ് പൾമണറി ബ്ലഡ്. ഇന്റേണൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ആൻഡ് സെൽസ്. ഇതാണ് വ്യത്യാസം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.